ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. മെമ്പർ പറഞ്ഞില്ല എന്ന് വേണ്ട. ഞാൻ സെൽഫ് എടുക്കാത്ത വണ്ടിയാണ്. ഒരെണ്ണം ഇങ്ങോട്ട് വീണാലേ തുടങ്ങാൻ പറ്റും. ഞാൻ എന്റെ അപ്പനും അമ്മയും നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, എന്റെ കുടുംബക്കാരെ സ്നേഹിക്കുന്നുണ്ട്. അതിന് ഞാൻ എന്ത് വേണം? അതുപോലെ ഈ പുള്ളിക്ക് അവസ്ഥ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അപ്പൻ ചത്താലും കുഴപ്പമില്ല, അമ്മ ചത്താലും പറഞ്ഞാ വന്നാ വീഡിയോ എടുത്തു ഇന്നത്തെ ദിവസം ഓർത്ത് നീ സങ്കടപ്പെടുമ്പോഴേ എന്ന് പറഞ്ഞു എനിക്ക് ഒരു പ്രശ്നമില്ല, ഒരു ഫീലിംഗും ഇല്ല. അയാളുടെ ഫീലിംഗ് താനം ദൂളത്തരവാണ് ഈ പറയുന്നത്. നമ്മുടെ കോമൺ സെൻസ് ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്ക് ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. എന്തുവാ വീട്ടില് ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞേ. എവിടാണേലും ഒന്ന് നിർത്തിക്കാൻ രണ്ടുപേരും കുറെ നേരായി. പാലക്കാരൻ എന്റെ അടുത്തോട്ട് ഇവിടെ ഇരുന്ന് കാണിച്ച കണ്ടോ? ഇതാണ് മീഡിയയുടെ കുഴപ്പം. ഇയാൾ അവതരിപ്പിക്കുന്നതല്ല ഇങ്ങനെയാ. അതെ, എനിക്കിട്ട് അധികം അന്തസ്സുണ്ടാക്കാൻ നിങ്ങൾ നിക്കണ്ടാട്ടാ. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. ആര് പറയും? ഇപ്പൊ നിനക്കൊരു ആശ്വാസം കിട്ടിയടാ. നേർക്ക് നേരെ കള്ളം പറയുന്നു. തമാശ കളിക്കണ വിനായകനോട്. നീ കൊള്ളാലോ, നീ ആള് കൊള്ളാലോടാവേ. അതന്നെ റിലാക്സ് ആവും. ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യം ഇവൻ പറഞ്ഞു. അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 കോരി ഒഴിക്കും. പറഞ്ഞാ കേൾക്കണോ? വെറുതെ അമ്മാതി പരിപാടിയായി കാണിച്ചത്. ഏതാ ലൈറ്റിൽ അടിച്ചു വിടുന്നായി കാണുന്നേ. അധികം വേണ്ട കേട്ടോ. ഇങ്ങനെ കുറെ നോണ്ടറി ഈ ഇത്തിക്കണ്ണിയായിട്ട് ഗുണമില്ലാത്ത പറഞ്ഞു. അവന്റെ അമ്മ മരിച്ചാൽ കുഴപ്പമില്ല, അപ്പം മരിച്ചാൽ കുഴപ്പമില്ല. ഇപ്പൊ ഇവൻ പറഞ്ഞ എന്തോ എല്ലാം കൂടെ ഞാൻ അങ്ങാട്ട് തരും, അറിഞ്ഞില്ലെന്ന് വേണ്ട. അമ്മ മരിച്ചാൽ കുഴപ്പമില്ല. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടില്ല, പക്ഷെ നിൽക്കാൻ നേരമില്ല.